ഗുഡ് മോർണിംഗ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ രാവിലെ ഒരു മിനിറ്റ്. ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, ഒരു ദിവസത്തിലെ കുറച്ച് നിമിഷങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതാണ് എടുത്ത വീഡിയോ. തുടങ്ങിയ ആവേശത്തിൽ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ ഒരു ദിവസത്തിലെ ചില മൊമെൻറ്റ്സ് അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. വെൽക്കം ടു കാത്തൂസ് ഫ്രീ. ഇതിൻ്റെ അകത്ത് പുട്ടാണ്, ഇതിൻ്റെ അകത്ത് ഏത്തയ്ക്ക പുഴുങ്ങിയതാണ്, ഇതിൻ്റെ അകത്ത് കടല വേവിച്ച് വെച്ചിരിക്കുകയാണ് കടലക്കറി ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, നമ്മളിതാ ചായ ഇട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മളത് കുടിക്കണം. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ട്, കടലക്കറി, ഏത്തയ്ക്ക പുഴുങ്ങിയത് എല്ലാം പെട്ടെന്നാണ്. കാരണം മാധവനും നീരവിനും ഇന്ന് എന്താണ് ബാഡ്മിൻ്റൻ്റെ കോച്ചിങ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അവരെ അടുക്കളയിലെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പുട്ട് നമ്മുടെ വെന്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഏത്തക്കയും ആയിട്ടുണ്ട്. ഓക്കെ, വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്തുള്ളൊരു ആൻറ്റി നമുക്ക് തന്ന കറിവേപ്പിലയാണ് കേട്ടോ. സൂപ്പർ കറിവേപ്പിലയാണ്. ഞാൻ അപ്പോൾ തന്നെ കഴുകി ഒരു പ്ലാസ്റ്റിക് ടിന്നിലിട്ട് അടച്ചു വെച്ചു. നല്ല മണം. ഞാനിങ്ങനെയാണ് കറിവേപ്പില ഞാൻ സൂക്ഷിക്കാറ്. എണ്ണ ചൂടായി വരുന്നു, നമുക്ക് കടുകും സാധനങ്ങളൊക്കെ എടുക്കാം. നിൽക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടികളെല്ലാം നമ്മൾ എടുത്തു വെച്ചു. നമ്മുടെ കടലക്കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്നു അമ്മ. ഡ്രസ്സ് എടുത്തിട്ട് എളുപ്പം പല്ല് തേച്ച് റെഡിയായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതാ. അപ്പം ഞങ്ങളിതാ ബാഡ്മിൻ്റൺ കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് മാധവും നീരവും റെഡിയായി. നീരവ് ദേ ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്നു, ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു. മാധവ് ഇതായി ഇറങ്ങി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. മാധവ് നീരവും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാധവ് പുട്ട്, നെയ്യ്, പഴം ആയിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഏത്തയ്ക്ക പുഴുങ്ങിയത്, പുട്ടും കുറച്ച് കടലക്കറി. ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഈ പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതും കടലക്കറിയും കൂടി. ഭയങ്കര കോമ്പിനേഷൻ. ഓക്കെ, നമുക്ക് ഇനി ചോറ് വെക്കാനുണ്ട്. പിന്നെ ഇതാ ഈ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കിച്ചൺ ടോപ്പ് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചോറ് വെച്ചിട്ട് കറി വെച്ചിട്ട് നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് വെണ്ടയ്ക്ക എടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മൾ മെഴുക്കുവരട്ടിക്കുള്ളതെല്ലാം അരിഞ്ഞു, പക്ഷെ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, സോറി. നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, സാമ്പാർ, രാവിലെ ഉണ്ടാക്കിയ കടലക്കറി ഇരിപ്പുണ്ട്, പിന്നെ മീൻ വറുത്തത് ഇരിപ്പുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കറികൾ. സാമ്പാർ ഇന്നലെ വെച്ചു, അതിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. ഡെയിലി നമ്മൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട്
ഫ്രഷ് കറികൾ ഡെയിലി ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധമൊന്നും നമുക്കിവിടെ ഇല്ല. അതിനുണ്ടാക്കാനുള്ള സമയവും ഇല്ല, നമുക്ക് ഉണ്ടാക്കാനുള്ള താല്പര്യവും ഇല്ല. അപ്പോൾ നമ്മൾ കറികൾ ഉണ്ടാക്കി സമയം കിട്ടുന്ന പോലെ കറികൾ ഉണ്ടാക്കും. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചമ്മന്തി അരച്ച് മുട്ടയും വറുത്ത് കഴിക്കും. അതാണ് സിസ്റ്റം. മീൻ വറുത്തത് ഇത് ഇന്നലെ മീൻ വറുത്താണ്. മറ്റേ വാളയില്ലേ, വാളയാണത്. ഇത് മതി, ഉച്ചയ്ക്കത് മതി. നമ്മൾ എല്ലാം സെറ്റാക്കി ക്ലീൻ ചെയ്തു. നമ്മുടെ മെഴുക്കുവരട്ടി ഇതാ ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് രാവിലെ ഇവരെ കോച്ചിങ് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ നമുക്ക് കിട്ടിയ സാധനമാണിത്. മറ്റേ പനം നൊങ്കെന്ന് പറഞ്ഞ സാധനമല്ലേ, അതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാറ്. പക്ഷെ ഇത് തൊലിയോടുകൂടി കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ വേനൽ സമയത്ത് ഇത് കഴിക്കുന്നത് ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത്. വാട്ടർ കണ്ടന്റ് നന്നായിട്ടുള്ളത് കൊണ്ടായിരിക്കാം, നല്ലതാണ്. എനിക്കിഷ്ടമായി സാധനം, ഭയങ്കര ഇഷ്ടമാണ്. എന്താ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത് പനന്നൊങ്ക് എന്ന് പറയുന്ന സാധനം, പനന്നൊങ്ക് സൂപ്പർ സാധനം. വലിയ മധുരമൊന്നുമില്ല, പക്ഷെ ഇറ്റ് ഈസ് ഗുഡ്. It is good for your health and it is nice if you like it. അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യാൻ പോകുന്നത്, ഞാനിത് തൊലി കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് വാനില ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ അകത്ത് കുറച്ചത് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് ആയിരിക്കും, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചോറ് എടുത്തു, അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ വറുത്തിട്ടുണ്ട്. ഈ മുട്ട എന്ന് പറയുന്നത് കരിങ്കോഴിയുടെ മുട്ടയാണ്, കരിങ്കോഴി മുട്ട. ഓക്കെ, അത് നമ്മൾ മുറിച്ചിട്ട് നമുക്ക് 3 പേർക്ക് മുട്ടയാണത്. അടുത്ത ഐറ്റമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് പനന്നൊങ്കും വാനില ഐസ്ക്രീമും. കഴിച്ചിട്ടുണ്ടോ? ഇതൊരു രക്ഷയില്ല കേട്ടോ, പൊളി. ഇതാ പനന്തൊങ്കിൻ്റെ പീസ് കിടക്കുന്നുണ്ടോ, വാനില ഐസ്ക്രീം.